നോക്കാം. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം നാളെ. സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംഘം പരിശോധിക്കും. ആരോപണം ഉന്നയിച്ചവരിൽ നിന്നും അന്വേഷണ സംഘം വിശദാംശങ്ങൾ തേടും. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നടി രേവതി സമ്പത്ത് പറഞ്ഞു. അതിനിടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം വൈകാതെ കൊച്ചിയിൽ ചേരും. ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇന്ന് മടങ്ങിയെത്തിയേക്കും. കുറ്റാരോപിതർ രാജിവെക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമെന്നായിരുന്നു നടൻ ടൊവിനോ തോമസിന്റെ പ്രതികരണം. സിനിമാ കോൺക്ലേവ് നവംബറിൽ കൊച്ചിയിൽ നടത്താനാണ് തീരുമാനം. നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. അത്രേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട്. അതെന്താ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ തെറ്റ് ചെയ്താൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. ഞാൻ പറയട്ടെ, ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത്? തീർച്ചയായിട്ടും വേണം. അത് മലയാളം ഇൻഡസ്ട്രിയിലാണ് ഹേമ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഇൻഡസ്ട്രികളിൽ നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്നതെന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാകും എന്ന് വിശ്വസിക്കുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ്. വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ? മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ? അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത്. അത് അങ്ങനെ തന്നെ നടക്കണം. അത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളത് TRPക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത്. ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം. ടൊവിനോ തോമസ് പറഞ്ഞ മാധ്യമ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ടൊവിനോയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടൊവിനോ അത് വ്യക്തമാക്കണമെന്ന് കൂടി പറയുകയാണ്. ഏറ്റവും പ്രധാനമായി അറ്റ്ലീസ്റ്റ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് വായിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിമർശനങ്ങൾ അമ്മയ്ക്കെതിരെ വരുന്നതെന്ന് ഒന്ന് പഠിക്കണമെന്നും ടൊവിനോയോട് പറയുകയാണ്. നമുക്കൊപ്പം ചേരുന്നു ഡാൻ കുര്യനൊപ്പം കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ. ആദ്യം ഞാൻ ഡാനിലേക്കാണ് പോകുന്നത്. ഡാൻ, പെൺകരുത്ത്, സിനിമാ മേഖലയിലെ വെള്ളിത്തിരയിലെ പെൺകരുത്ത് തുടങ്ങിവെച്ച വിപ്ലവത്തിന്റെ ശുദ്ധികലശം തുടങ്ങിയിട്ടേ ഉള്ളൂ സിനിമാ മേഖലയിൽ. ഇപ്പോഴിതാ പ്രധാനപ്പെട്ട 2 തലകൾ തെറിച്ചു. ഇന്നലെ പുതിയ പേരുകൾ വെളിപ്പെടുന്നു. മൗനം വെടിഞ്ഞ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ 7-അംഗ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വരുന്നു. എന്ത് പ്രതീക്ഷിക്കണം? നാളെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നു. ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും? ആരൊക്കെ മൊഴി നൽകാനുള്ള സാധ്യതയുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കേസുമായി ബന്ധപ്പെട്ട ഡാൻ? ഈ പരാതിയുമായി ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അതീവ രഹസ്യമായി മൊഴി നൽകിയ 51 നടിമാരിൽ ആരെങ്കിലും നിയമപരമായ നടപടികൾക്ക് തയ്യാറായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകാൻ തയ്യാറാകുന്ന പശ്ചാത്തലത്തിൽ മാത്രമേ നിയമപരമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾക്ക് ചടുലത കൈവരികയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ മൊഴി നൽകാൻ ഇതിനോടകം ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും നടിമാർ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യുവനടി. അവരുടെ ഭാഗത്തു നിന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ അത്തരത്തിൽ രഹസ്യമൊഴി നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ തന്നെ ഇന്നലെ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. ഒരു തരത്തിലും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സിദ്ദിഖിന് തുടരാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് അവരുടെ വാക്കുകൾ സിദ്ദിഖിനെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. അങ്ങനെ നിർബന്ധിതനായി ആ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തുകയുമായിരുന്നു. സ്വാഭാവികമായി അവരടക്കം അത്തരത്തിൽ സിദ്ദിഖിനെതിരെയും മറ്റൊരു നടനെതിരെയും ആരോപണം ഉന്നയിച്ച യുവ നടി അടക്കം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ
തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി തുടർന്ന് പോലീസ് ഉന്നത അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തുടർ നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. എന്തായാലും വൈകാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള DIG അജിത ബീഗം ഉൾപ്പെടെയുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട്. അവർക്ക് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷാണ്. സ്വാഭാവികമായി കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വിമർശനം നേരിട്ട രണ്ടുപേർ അവർ വഹിച്ചിരുന്ന പദവികളിൽ നിന്ന് കൃത്യമായി രാജിവെച്ചൊഴിയേണ്ട തരത്തിലേക്ക് വരെ ഈ വിവാദങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം അമ്മയുടെ യോഗം ചേരാൻ പോകുന്നത്. ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് സ്വാഭാവികമായി ആരോപണങ്ങൾ ഇനി നേരിടാൻ പോകുന്നത് ആരൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ചലച്ചിത്ര രംഗത്തുള്ളവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിതിയിൽ ഈ സംഘടന എങ്ങനെ പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള ആശങ്ക ഒരു വശത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പല താരങ്ങളും രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന യുവ നടിമാരുടെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അക്കാര്യങ്ങളിൽ അന്തിമമായ ധാരണയിലേക്ക് അവർ എത്തിച്ചേരുന്നത് വരുന്ന ദിവസം ചേരാൻ പോകുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും. എന്തായാലും വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ്, ജാഗ്രതയോടെ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല, പക്ഷേ പൊതുച്ചായയ്ക്ക് മങ്ങലേൽക്കാനും പാടില്ല. ഇത് രണ്ടും ഒരേ സമയം കൃത്യനിർദ്ദേശമായി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തുകയുള്ളൂ. സ്വാഭാവികമായി സിദ്ദിഖിനെതിരെ അടക്കം രൂക്ഷമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യുവ നടിയുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തീർച്ചയായും ഡാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സിദ്ദിഖിന് പകരം ആരാണ് അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത്, ജനറൽ സെക്രട്ടറിയായി ആര് വരുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ശ്രീ രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടേക്ക് ഇനി ആര് വരുമെന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കഴിവും പ്രതിബദ്ധതയുമുള്ള ഒരു സ്ത്രീ തന്നെ വരട്ടെ എന്നുള്ള ആവശ്യമടക്കം ഉന്നയിച്ചു കഴിഞ്ഞു സ്ത്രീപക്ഷ പ്രവർത്തകരായ ഒരുപാട് സ്ത്രീകൾ. ഈ സമയം അത്തരത്തിലൊരു സാധ്യത എത്രമാത്രമുണ്ട്? ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവ സ്ത്രീപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്തടക്കം നൽകി കഴിഞ്ഞു. അതിനുള്ളൊരു സാധ്യത അത് എത്രമാത്രമുണ്ട്? ഒരു വനിതാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ഡാൻ? സ്വാഭാവികമായി ഈ കത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ സ്ത്രീപക്ഷ പ്രവർത്തകർ അയച്ചിരിക്കുന്ന കത്തിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ജെൻഡർ സെൻസിറ്റിവിറ്റിയുള്ള ഒരു സ്ത്രീയെ, കഴിവും പ്രതിബദ്ധതയും ഉള്ള ഒരാളെ സ്വാഭാവികമായി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്ന ഒരു താല്പര്യമാണ്, ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. K. അജിത, KR മീര, മേഴ്സി അലക്സാണ്ടർ, ഡോക്ടർ രേഖ രാജ് തുടങ്ങി ഒരുപാട് പേരുകളുണ്ട് ഈ സ്ത്രീപക്ഷ പ്രവർത്തകരുടേതായി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ. സ്വാഭാവികമായി ഈ വിഷയമടക്കം ഗൗരവത്തോടെ സർക്കാർ പരിഗണിക്കുമായിരിക്കും. കാരണം ഇത് ചെറിയ മങ്ങളല്ല സർക്കാരിന് പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം രഞ്ജിത്തിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടും സമയോചിതമായി ഇടപെടൽ നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം ഒരു തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി ഇങ്ങനെയൊരു ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് തുടരുന്നത് അത് കൃത്യമായി അഭിലഷണീയമല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ അവിടുന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും കൃത്യമായി അദ്ദേഹം എപ്പോൾ രാജിവെക്കുമെന്ന കാര്യത്തിലടക്കം അനിശ്ചിതത്വമുണ്ടായിരുന്നു. ഒരുപക്ഷെ രഞ്ജിത്തിന്റെ പെട്ടെന്നുള്ള രാജിയിലേക്ക് നയിച്ചത് തന്നെ സിദ്ദിഖെടുത്ത അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആക്ഷേപം നേരിട്ടു, മറ്റ് പരാതികളും നിയമ നടപടികളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സിദ്ദിഖെടുത്ത തീരുമാനം അത് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയത്, പ്രതിരോധത്തിലാക്കിയത് രഞ്ജിത്തിനെ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് രഞ്ജിത്തും സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായത്. അങ്ങനെയാണ് അദ്ദേഹം രാജിവെക്കുകയാണ് എന്ന പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൈമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി.
ഉണ്ടായത്. എന്തായാലും വിവാദങ്ങൾ അതുകൊണ്ട് മാത്രം കെട്ടടങ്ങുന്നില്ല. അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴായിരിക്കും അവർ രാജിവെക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന ചോദ്യമെങ്കിൽ ഇപ്പോൾ ഉയരാൻ പോകുന്ന കാര്യം ഇനിയുള്ള തുടർ നീക്കങ്ങൾ, നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? അതോടൊപ്പം സിദ്ദിഖിലും രഞ്ജിത്തിലും മാത്രം ഒതുങ്ങുന്നതാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളും ഈ കൊടുങ്കാറ്റും? ഒരിക്കലുമല്ല. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറു കോണുകളിൽ നിന്ന്. സ്വാഭാവികമായി ആ പേരുകൾ ഇനിയും ഈ പേരുകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട 49ാമത്തെ പേജ് മുതൽ 53ാമത്തെ പേജ് വരെയുള്ള പാരഗ്രാഫുകളിലെ വിശദമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആരെയൊക്കെയായിരിക്കും പ്രതിരോധത്തിൽ ആക്കുക എന്നൊരു ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം ചലച്ചിത്ര രംഗത്ത് തന്നെ സ്വാഭാവികമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ സ്ത്രീപക്ഷ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ ചെറിയ രൂപം ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെ ഒരു സ്ത്രീയെ പരിഗണിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട, തിരുത്തേണ്ട സമയമാണിത്. ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യയായ ഒരു സ്ത്രീയെ നിയമിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നത് ആലങ്കാരികമായ ഒരു മുദ്രാവാക്യമാകേണ്ടതല്ല എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഇങ്ങനെ പ്രതികരിച്ചത്. ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കോൺക്ലേവിനെ കുറിച്ച്. ആ കോൺക്ലേവ് തന്നെ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാരണം പ്രധാനമായും വേട്ടക്കാരെയും ഇരകളെയും വെച്ചുകൊണ്ട് എന്ത് കോൺക്ലേവാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നുള്ള ചോദ്യം വലിയ തരത്തിൽ ഉയർന്നിരുന്നു. WCC അടക്കം ഇതിൽ പങ്കെടുക്കില്ല, പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്ന് പറയുന്നു. തീർച്ചയായും വിമർശനാത്മകം തന്നെയാണ്. കാരണം എന്താണ് വേട്ടക്കാരെയും ഇരകളെയും ചേർത്ത് വെച്ചുകൊണ്ട് സർക്കാർ ആ കോൺക്ലേവിൽ പറയാൻ പോകുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എപ്പോൾ ഈ കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴുണ്ടാകും? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഭവ്യ, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, WCCയുടെ ഭാഗത്തു നിന്നൊക്കെ പരിഹാസ രൂപമായ കമന്റുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. എന്തിനാണ് വേട്ടക്കാരും ഇരകളും ഒരുമിച്ചൊരു കോൺക്ലേവ് നടത്തുന്നതെന്ന് സംബന്ധിച്ചാണ്. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 4.5 വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി നാളിതുവരെ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നത്. ആ 4.5 വർഷക്കാലം എന്ത് ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ച് കോൺക്ലേവിൽ വിശദമാക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 350ഓളം ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു പരിഹാസം, പ്രത്യേകിച്ച് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എന്ത് കോൺക്ലേവാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് WCC പറയുമ്പോൾ പോലും ഭാവിയിലേക്കുള്ള ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, സിനിമ എങ്ങനെ മുന്നോട്ട് പോകണം, സിനിമാ സെറ്റുകൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനൊരു ഏകീകൃതമായ ഒരു നിയമനം വേണം എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് ഈ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ കോൺക്ലേവ് ഏകദേശം നവംബർ മാസത്തോടു കൂടി തന്നെ നടത്തും. നവംബറിൽ കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യവാരം, പ്രത്യേകിച്ച് ഒരു 3 മുതൽ 5 ദിവസം വരെയുള്ള രീതിയിലേക്കായിരിക്കാം ഈ കോൺക്ലേവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് സിനിമയിലെ വനിതാ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന കത്തിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം കൃത്യമായി പറയുന്നുണ്ട്, നാളിതുവരെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വന്നിട്ടില്ല. ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നത് ആലങ്കാരികമായി പറയേണ്ട കാര്യം മാത്രമല്ല, അത് പ്രായോഗികമാക്കണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം സർക്കാർ തലത്തിലേക്ക് തന്നെ എത്തിക്കാനായിട്ടൊരു പ്രധാനമായി തന്നെ കാണേണ്ട ഒരു കത്ത് തന്നെയാണിത്. കാരണം രഞ്ജിത്ത് സ്ഥാനം ഒഴിയുന്ന ഒരു വേളയിൽ ആരായിരിക്കും ഇനി അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നൊരു വലിയ ചോദ്യചിഹ്നം നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കത്തുമായി സിനിമയിലെ തന്നെ വനിതാ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കത്ത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പ്രത്യേകിച്ച് കൃത്യമായി തന്നെ ഒരു വനിത ഈ സ്ഥാനത്തേക്ക് വരണം, സിനിമയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവും വിവരവുമുള്ള ഒരു വനിത എത്തണം, കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് മുഖ്യമന്ത്രിക്ക് സ്ത്രീ പ്രവർത്തകരൊക്കെ, വനിതാ പ്രവർത്തകർ, സിനിമയുമായി ബന്ധപ്പെട്ട വനിതാ പ്രവർത്തകർ അയച്ചിരിക്കുന്ന ഒരു നീണ്ട നിരയാണ്. ഈ കത്തിൽ പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര മുഖ്യമന്ത്രിക്ക് അയച്ച ഈ കത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് നവംബർ മാസത്തിൽ ഈ കോൺക്ലേവ് നടക്കുന്നതായി ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യ വാരത്തിൽ 3 മുതൽ 5 ദിവസങ്ങൾ വരെ ഈ കോൺക്ലേവ് നീണ്ടു നിൽക്കാനൊരു സാഹചര്യവും കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിലായിരിക്കും വിവരങ്ങൾ അറിയാൻ സാധിക്കുക. പക്ഷെ കൃത്യമായി ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നുള്ള ഒരു ആലങ്കാരിക ടോണിലേക്ക് മാത്രം മാറാതെ കൃത്യമായ ഒരു വനിതയെ തന്നെ ഈ സ്ഥാനം ഏൽപ്പിക്കണം എന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആവശ്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നുമില്ല. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് യോഗങ്ങളൊക്കെ ചേരുന്ന ഒരു ദിവസം, നാളെ താരസംഘടനയുടെ യോഗം ചേരുകയാണ്. അതൊരു പക്ഷത്ത് നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ തന്നെ പുതിയ പേരുകൾ പുറത്തു വരികയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളുകൾ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുകയാണ്.
വരികയാണ്. അതിനിടയിൽ തന്നെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു, രഞ്ജിത്ത് രാജിവെക്കുന്നു. രഞ്ജിത്തിന്റെ രാജി കൃത്യമായി നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ചലച്ചിത്രമേള മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് വിവാദങ്ങളിലൊക്കെ തന്നെ രഞ്ജിത്ത് പെട്ടിരുന്നതാണ്. അപ്പോഴൊക്കെ രഞ്ജിത്തിന്റെ രാജി ആവശ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ട് പോലും ഒരില പോലും മാറാതെ രഞ്ജിത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സിദ്ദിഖിന്റെ രാജിയും കൂടി ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ കോൺക്ലേവ് വരുന്നൊരു സാഹചര്യത്തിലും വനിതാ പ്രവർത്തകരൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന ഈ കത്തിലും ആരായിരിക്കണം അടുത്ത സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നൊരു വലിയ ചോദ്യചിഹ്നത്തിന് ഒരു സ്ത്രീ തന്നെ വരണം, മുന്നത്തെ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ള കൃത്യമായ കാരണങ്ങളൊക്കെ തന്നെ അവർ ഈ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കോൺക്ലേവിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ധാരണയുണ്ട്. അതുതന്നെയായിരിക്കും സർക്കാർ പറയുന്നതും. 4.5 വർഷത്തോളം എന്തിനാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്, അല്ലെങ്കിൽ റിപ്പോർട്ട് എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കോൺക്ലേവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. 350ഓളം പേർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. WCCയുടെ പരിഹാസവും ഉണ്ടാകുന്നു. എന്തിനാണ് രണ്ടു കൂട്ടരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കോൺക്ലേവ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച്. എന്നാൽ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ ഈ കോൺക്ലേവ് അനിവാര്യമാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഈ സ്ഥാനത്തേക്ക്, രഞ്ജിത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു വനിതാ പ്രവർത്തക തന്നെ എത്തണം എന്നുള്ളൊരു ആവശ്യം അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആ ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഭവ്യ, തീർച്ചയായും ഹരികൃഷ്ണനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും പ്രധാനമായി വലിയ പ്രതിസന്ധിയിൽ കൂടി അമ്മ കടന്നു പോകുന്ന സാഹചര്യമാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന് ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്ന സാഹചര്യമാണ്. കൂടുതൽ പേരുകൾ പുറത്തുവരുന്നു. അമ്മയിൽ നിന്ന് ഒരുപാട് വേട്ടക്കാരുടെ പേരുകൾ ഓരോ മണിക്കൂറിലും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഏറ്റവും പ്രധാന ഇനി സിദ്ദിഖിന് പകരം ആര് അമ്മയുടെ തലപ്പത്തേക്ക് വരും എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ഭിന്നത അമ്മയിലുണ്ട് എന്നത് ഓരോ മണിക്കൂറിലും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കാരണം സിദ്ദിഖിനെ തള്ളിയില്ലെങ്കിൽ പോലും നടൻ ജഗദീഷിന്റെ നിലപാടുകൾക്ക് കൈയടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ? ആര് വരും അമ്മയുടെ തലപ്പത്തേക്ക്? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ആജ്ഞ, കൊച്ചിയിൽ യോഗം ചേരും. നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വലിയ പ്രതിസന്ധി ഇപ്പോൾ അമ്മയിൽ. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഓരോ ദിവസം പുതിയ പുതിയ ആരോപണങ്ങൾ മുകേഷിനെതിരെയും അടുത്തൊരു ആരോപണം വന്നിരിക്കുന്നു. നമ്മുടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് വേണ്ടി മന്ത്രി എന്ന ഞാനും നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമവകുപ്പ് മന്ത്രി നടത്തേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ആ വിശദീകരണത്തിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. വകുപ്പ് മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും 506 അംഗങ്ങളുള്ള അമ്മ സംഘടനയെ സംബന്ധിച്ച് കടുത്ത ക്ഷീണമാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ രാജി അടക്കം അതിനുശേഷം സംഭവിച്ചത്. വലിയ പ്രതിസന്ധിയിലാണ്. ഭിന്നതയുണ്ട് അമ്മയിൽ എന്നത് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്ന വിവരങ്ങളാണ്. കാരണം സിദ്ദിഖ് പറഞ്ഞതിനെ അമ്മ സംഘടന തള്ളിയില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടതാണ്. ജഗദീഷിന്റെ നിലപാടുകൾക്ക് കൈയടിച്ചിരിക്കുന്നു അമ്മയുടെ പ്രവർത്തകർ. അത് തന്നെ വലിയ ഭിന്നതയുണ്ട് അമ്മ സംഘടനയിൽ എന്നതിന്റെ ഓരോ നിമിഷവും അതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമ്മയിൽ തന്നെയുള്ള വലിയ താരങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതും നമ്മൾ കണ്ടതാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ, എന്തായാലും കൊച്ചിയിൽ നാളെ യോഗം ചേരും, അമ്മ എക്സിക്യൂട്ടീവ് ചേരുമെന്ന് മനസ്സിലാക്കുന്നു. അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ആര്, ജഗദീഷ് എത്തുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ ഇടവേള ബാബുരാജ് തുടരുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്ത് പ്രതീക്ഷിക്കണം നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ? എക്സിക്യൂട്ടീവ് യോഗം നാളെയോ മറ്റന്നാളോ ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏത് ദിവസം, അതായത് ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് താൽക്കാലിക ചുമതല ഏറ്റിരിക്കുന്നത് ബാബുരാജാണ്.
ഇത്തരം കാര്യങ്ങളിലൊക്കെ ജഗദീഷിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്തായാലും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്ര കാലം ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ അങ്ങേയറ്റം നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് അമ്മ സംഘടന ഇപ്പോൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എഡിറ്റഡ് രൂപം പുറത്തു വരുന്നത് പോലും ചിലർ ഭയപ്പെട്ടതിന്റെ അർത്ഥം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്തായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എന്തായിരുന്നു, അതല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 5ാമത്തെ ദിവസമാണ് ഈ അത് ഒരു ചാനൽ ഷോയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ഒഴികഴിവ് പറഞ്ഞ് മാറുകയായിരുന്നെങ്കിൽ പോലും 5ാമത്തെ ദിവസമായിരുന്നു അമ്മ അതിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും തയ്യാറായത്. റിപ്പോർട്ട് പഠിക്കണം എന്നുള്ള അങ്ങേയറ്റം നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞായിരുന്നു മാറിയിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ അമ്മയുടെ പ്രതികരണം വന്നു, അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ വനിതാ പ്രതിനിധി ജോമോളുടെ പ്രതികരണം വന്നു. ഇതൊക്കെയാണ് ഏറ്റവും വിമർശന വിധേയമാകുന്ന സമയത്താണ് സിറ്റിക്കിനെതിരെയും അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതായത് മൊഴികൾ പുറത്തു വരട്ടെ, അല്ലെങ്കിൽ മൊഴികൾ നൽകിയവർ നേരിട്ട് വരട്ടെ എന്ന ന്യായം പറഞ്ഞിരുന്ന സമയത്തൊക്കെയും ഇങ്ങനെ സധൈര്യം തങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി, ഇത്തരം മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ആരോപിച്ച് സ്ത്രീകൾ രംഗത്തെത്തി തുടങ്ങിയത്. അത് ശക്തമായ തരത്തിൽ ഇവർക്ക് എതിരെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് വരികയാണ്. അമ്മ ഭരിക്കുന്നത് മാഫിയാണെന്ന് പ്രഖ്യാപിച്ച തിലകന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതെല്ലാം വ്യക്തമാകുന്നത് എന്നുള്ള ആരോപണവും ശക്തമാണ്. മാത്രമല്ല ജനറൽ സെക്രട്ടറി പദവി നടൻ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നത് അമ്മ എന്ന സംഘടനയുടെ അടിവേരിളകി എന്നൊരു ആരോപണവും കൂടിയുണ്ട്. മാത്രമല്ല ഹേമ കമ്മിറ്റി കണ്ടെത്തിയ പവർ ഗ്രൂപ്പിലുള്ള പലരും അവരുടെ ആശ്രിതരുമൊക്കെ ഇപ്പോൾ ഞെട്ടിപ്പറിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സിറ്റിക്കിനെതിരെ വന്നതുപോലെ ശക്തമായ തെളിവുകളുമായി ആരൊക്കെയാണ് മുന്നോട്ട് വരാനുള്ളത് എന്ന ആശങ്കയുണ്ട് പലർക്കും എന്ന സംസാരവും പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയായ അതല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തത്തിലുണ്ട്. ഇനി ആർക്കൊക്കെ എതിരെയാണ് വരാനുള്ളത്, ആരൊക്കെയാണ് ഭയപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും ഉർവശി ആ കാര്യത്തിൽ, അതായത് എക്സിക്യൂട്ടീവ് അമ്മയുടെ ആജീവനാന്ത മെമ്പർ എന്നുള്ള നിലയിൽ ഉർവശി നടത്തിയ ശക്തമായ പ്രതികരണമാണ് ഇതിനകത്ത് കൂടുതൽ എടുത്തു പറയാനുള്ളത്. കാരണം ഉർവശി കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരം സാഹചര്യങ്ങൾ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന പുരുഷന്മാരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഭയപ്പാടോടുകൂടി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അൻസിബ ഹസൻ അതുമായി ബന്ധപ്പെട്ട് വേട്ടക്കാരനൊപ്പം നിൽക്കാതെ ഇരയ്ക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായ നിലപാടോടുകൂടി അൻസിബ ഹസൻ രംഗത്ത് വരുന്നു. ഇതൊക്കെയും അമ്മയിൽ അങ്ങേയറ്റം അതായത് വിഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. സിദ്ദിഖ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ജയൻ ചേർത്തല അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും സിദ്ദിഖിന്റെ രാജി പ്രഖ്യാപിച്ച ദിവസം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, മാത്രമല്ല ആരോപണ വിധേയനായ ഒരാൾ ആ സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഔചിത്യം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അൻസിബ ഹസൻ, ഉർവശി, ശ്വേതാ മേനോൻ തുടങ്ങിയവരെല്ലാം തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ വിഭിന്ന അഭിപ്രായമുണ്ട്, ഭിന്നതയുണ്ട്, പ്രതിസന്ധി രൂക്ഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വന്നതാണ്. വെള്ളിത്തിരയിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. നാളെ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ എന്തായിരിക്കും നിലപാട്, ആരമ്മയുടെ തലപ്പത്തേക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി വിശാഖപട്ടണത്തിന് നിന്ന് കണ്ടെത്തിയ 13-കാരിയെ മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ. ശിശുക്ഷേമ സമിതിയുടെ യോഗം ഇന്ന് ചേരും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിച്ച കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, അങ്ങനെ കുഞ്ഞിനെ നമ്മൾ തിരിച്ച് കേരളത്തിലെത്തിച്ചിരിക്കുന്നു, മലയാളികളുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു, സുരക്ഷിതയായി തിരിച്ചെത്തി എന്ന് തന്നെ പറയണം. ഇന്നലെ രാത്രിയായിരുന്നു തിരുവനന്തപുരത്ത് വന്നെത്തിയത് കുട്ടിയുമായുള്ള അന്വേഷണ സംഘം.
ഇനി ഇപ്പോൾ കുഞ്ഞ് ശിശുക്ഷേമ സംരക്ഷണ സമിതിയുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? എന്താണ് നടപടിക്രമങ്ങൾ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഷെൽട്ടർ ഹോമിലാണ്, പൂജപ്പുരയിലെ ഷെൽട്ടർ ഹോമിലാണ് അസം സ്വദേശിനിയായ 13 വയസ്സുകാരി ഇപ്പോഴുള്ളത്. അവിടെ 11 മണിക്ക് ശേഷം 12 മണിക്കകത്ത് അവിടെ CWCയുടെ യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് അവളുടെ മൊഴി അവർ എടുക്കും. കൃത്യമായി മാതാപിതാക്കളോടൊപ്പം പോകണമോ അതോ എന്താണ് അവരുടെ മനസ്സിലെ പ്രയാസം എന്നവർ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷമായിരിക്കും കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതല്ല എങ്കിൽ അവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ, ആറ്റിങ്ങൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് മാത്രമേ നിയമപരമായി ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് കോടതിയിൽ, മജിസ്ട്രേറ്റിന് മുമ്പാകെ ആറ്റിങ്ങൽ കോടതിയിൽ എത്തിക്കുമ്പോഴായിരിക്കും. സ്വാഭാവികമായി ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെത്തി ഈ പെൺകുട്ടിയെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം ഒരുപക്ഷെ നടന്നേക്കാം. എന്തായാലും ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മാതാപിതാക്കൾക്കൊപ്പം വിടണമോ അതോ CWCയുടെ സംരക്ഷണയിൽ തന്നെ കരുതണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അവർ തിരികെ ജന്മസ്ഥലമായ ആസാമിലേക്ക് തന്നെ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു വിവാദം വലിയ തരത്തിൽ അവരെ മാനസികമായി സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട്. പെൺകുട്ടി നൽകിയ മൊഴി അത് അമ്മയ്ക്കെതിരെയായിരുന്നു. അമ്മ എല്ലാ ദിവസവും മർദ്ദിച്ചിരുന്നു. അത് സഹിക്കുക വയ്യാതെയാണ് അസമിൽ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയത് എന്ന തരത്തിലുള്ള മൊഴിയായിരുന്നു ആ ദിവസം വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തുമ്പോൾ ഈ ബാലിക മലയാളി സമാജം പ്രവർത്തകരോടും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടുമൊക്കെ പറഞ്ഞത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ CWC അംഗങ്ങൾ കൃത്യമായി ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് അസാമീസ് ഭാഷ മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ സഹായത്തോടെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു നീക്കമായിരിക്കും ഇന്ന് പ്രധാനമായി നടക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ. IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ, അതോടൊപ്പം തിരുവനന്തപുരം റേഞ്ചിൻ്റെ ചുമതലയുള്ള DIG അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു 7-അംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ADGP H. വെങ്കടേഷ് ആയിരിക്കും. സ്വാഭാവികമായി കുറ്റാന്വേഷണ മികവ് തെളിയിച്ച വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ 7-അംഗ സംഘത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ആദ്യ യോഗം അടുത്ത ദിവസം തന്നെ ചേരുകയാണ്. സ്വാഭാവികമായി ഇവിടെ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ എങ്ങനെ വേണം, അല്ലെ പോലീസിൻ്റെ ഒരു നടപടികൾ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ഇവർ ഒരു യോഗം ചേർന്നൊരു പ്രാഥമികമായ തീരുമാനത്തിലേക്ക് കടക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പരാതിയുമായി മുമ്പോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായി പരാതികൾ ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ് പോലീസിന് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നടിമാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അത് വിശദമായി രഹസ്യമൊഴിയായി നൽകുകയും ചെയ്ത ഏതെങ്കിലും നടിമാർക്ക് അത്തരത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി അവർക്ക് അതിനുവേണ്ടി ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നതായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ഉണ്ടാകാൻ പോകുന്ന ഒരു നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിൽ രേഖാമൂലമുള്ള ഒരു പരാതി ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സ്വമേധയാ കേസെടുക്കാം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താമെന്നൊക്കെ പറയുമ്പോഴും അതിൽ ആധികാരികത ഉണ്ടാകുക, കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ദുരനുഭവം നേരിട്ട നടിമാർ ആ അനുഭവങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വനിതാ IPS ഉദ്യോഗസ്ഥരെ അടക്കം ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതി വരാൻ കാത്തിരിക്കാതെ ഇത് സംബന്ധിച്ച് തുടർ നീക്കങ്ങൾക്ക് വേണ്ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചതെന്നാണ് നമുക്ക് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിനെതിരെയും നടൻ സിദ്ദിഖിനെതിരെയും അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സിദ്ദിഖിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ ചെറുതല്ല, വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് സിദ്ദിഖിനെതിരെ ഉയർന്നത്. സ്വാഭാവികമായി മറ്റ് ചില താരങ്ങൾക്കെതിരെ കൂടി ഇതേ ഈ യുവനടി ഈ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വാഭാവികമായി തുടർ നീക്കങ്ങളിൽ അവർക്കെതിരെ കൂടി ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാകുമോ, അതടക്കം ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. അതിനിടയിലാണ് അടുത്ത ദിവസം അമ്മയുടെ യോഗം ചേരാനിരിക്കുന്നത്. സ്വാഭാവികമായി ഈ കഴിഞ്ഞ ദിവസം ഈ യുവനടി
സിദ്ദിഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അത് ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല. ചലച്ചിത്ര മേഖലയിൽ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി മിനു മുനീർ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിനെ സമീപിക്കുമെന്നും മിനു മുനീർ പറയുന്നു. ഹരികൃഷ്ണൻ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഏറ്റവും പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആരോപണങ്ങൾ ഉയരുകയാണ്. ആരോപണങ്ങളുടെ ചോദ്യമുന സിനിമാ മേഖലയിലെ ഉന്നതർക്ക് നേരെ നീണ്ടത് നമ്മൾ കണ്ടു. സിദ്ദിഖിന്റെ തല തെറിച്ചു. ഒപ്പം ഇതാ പ്രധാനമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ കൂടുതൽ നടന്മാർക്കെതിരെ, ഇന്നലെ മുകേഷ് അടക്കമുള്ള നടനെതിരെ ആരോപണം വന്നിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം വരുന്നു എന്നുള്ള പുതിയ വാർത്തകളാണ് വരുന്നത്. രേവതി സമ്പത്ത് അടക്കം, ശ്രീരേഖ മിത്ര അടക്കം ഒരു തുടക്കമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ഭവ്യ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നതെന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഒരു നീണ്ട നിര താരങ്ങൾ തന്നെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇടവേള ബാബു, മണിയൻപിള്ള രാജു, മുകേഷ്, ജയസൂര്യ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും താരങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ വൻ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം നടക്കുമ്പോഴും മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്ന ഈ താരങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമ പ്രേക്ഷകരൊക്കെ തന്നെ ഇവരുടെ ഓരോ ചിത്രങ്ങളും കണ്ട് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തനി നിറം പുറത്തു വന്നിരുന്ന ഒരു കാഴ്ച ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാത്തൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു, ഈ 2 പേർക്കെതിരെയും ഇത്രയും ഏകദേശം 7 പേർക്കെതിരെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ 2013 ലൈംഗികപരമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ഇത് മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് ഈ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും റീലൊക്കേറ്റ് ചെയ്ത് ചെന്നൈക്ക് വരെ മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ച തനിക്കുണ്ടായിരുന്നു. അത്രയും ഒരു ദുരനുഭവം തനിക്കുണ്ടായിരുന്നു എന്ന് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയാണ്. അതിൽ വൻ താരനിര, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജയസൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ ജയസൂര്യൊക്കെ വൻ സിനിമകളിലൊക്കെ വമ്പൻ പ്രോജക്റ്റുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ താരങ്ങളുടെ ഒക്കെ തന്നെ നമ്മൾ പ്രതികരണങ്ങൾ എടുക്കാൻ പോകുമ്പോൾ പോലും ഇവരാരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു, ഇവരാരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇവർക്കൊക്കെ എതിരെ ആരോപണങ്ങൾ മിനു മുനീർ എന്ന താരം അറിയിച്ചിരിക്കുകയാണ്. തനിക്ക് ലൈംഗികപരമായും ഒക്കെ തന്നെ പീഡനം സഹിക്കേണ്ടി വന്നു എന്ന് മിനു മുനീർ പറയുമ്പോൾ ഇത് 2013 തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ നീതി വേണമെന്ന് മിനു മുനീർ അറിയിക്കുന്നു. ഇതിനകത്ത് മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നീ താരങ്ങളൊക്കെ തന്നെയാണ് മിനു മുനീർ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ലൈംഗികപരമായും മാനസികമായും തനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് മിനു മുനീർ പറയുന്നുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കേണ്ടത് താൻ ജോലി തുടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ഇതൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ജോലി തുടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് മിനു മുനീർ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അത് അതിർവരമ്പുകൾ കടന്നുപോയി, തനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി മാറി എന്ന് മിനു മുനീർ പറയുന്നുണ്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിനുശേഷം തനിക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് തന്നെ മാറി നിന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ടെന്ന്, അതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മിനു മുനീർ പറയുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തനിക്ക് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത്. ഈ താരങ്ങളൊക്കെ തന്നെ സിനിമാ സ്ക്രീനിൽ വന്ന് മാസ് കാണിച്ച് കയ്യടി നേടുന്ന താരങ്ങളുടെയൊക്കെ തനി നിറങ്ങൾ, അവരുടെ തനി സ്വഭാവം ഒക്കെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ പുറത്തുവിടുന്നതാണ്. അവർക്കൊക്കെ സംഭവിച്ച മാനസികമായ പീഡനങ്ങൾ, ലൈംഗികപരമായ പീഡനങ്ങളൊക്കെ തന്നെ ഓരോ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ അവർ വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവെക്കുമ്പോൾ പോലും നമ്മൾ ഇനിയെങ്കിലും അത് കണ്ണടക്കരുത്, ഇതിന് കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് മിനു മുനീർ. അതുകൊണ്ട് തന്നെ പറയുന്നത് തനിക്ക് നീതി വേണം എന്ന് മിനു മുനീർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ താരങ്ങൾക്കൊക്കെ എതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തുന്നത്. ഏകദേശം 7 മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഈ പോസ്റ്റ് തന്നെ വരുന്നത്. പക്ഷേ ഈ താരങ്ങളൊക്കെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. നമ്മൾ മുകേഷ് ആയിക്കോട്ടെ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള
ബാബു, ജയസൂര്യ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ ഒരു യുവ നടനെ നേരെയും തനിക്ക് സംഭവിച്ച പീഡനത്തെക്കുറിച്ച് സോണിയ മൽഹാർ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നടൻ ജയസൂര്യ ആണോ എന്നുള്ള സംശയങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുകയുമാണ്. അതോടൊപ്പം തന്നെയാണ് ജയസൂര്യ എന്ന പേര് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. പേരെടുത്ത് പറയുകയാണ് നടി മിനു മുനീർ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരനുഭവം തനിക്ക് ഉണ്ടായി എന്ന് നടി മിനു മുനീർ പറയുന്ന സാഹചര്യം. കൂടുതൽ നടന്മാർക്കെതിരെ ഇപ്പോൾ ഇത് ആരോപണം വരികയാണ്. കൂടുതൽ നടിമാർ രംഗത്ത് വരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ പേരുകൾ സിനിമാ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും നോക്കി കൈയടിച്ച, തിയേറ്ററിൽ നിന്ന് ആർപ്പ് വിളിച്ച ആ നടന്മാരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നത് തെളിയിക്കുന്ന മണിക്കൂറുകളാണ് മുന്നോട്ട് വരുന്നത്. ഓരോ നിമിഷവും ഓരോ നടന്മാരുടെ പേരുകൾ ഓരോ നടിമാർ പറയുന്നു. ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം വിളിച്ചു പറയുന്നു. ഇപ്പോൾ ഇതാ മുകേഷ്, കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ വലിയ ആരോപണം വന്നിരുന്നു. ഇപ്പോൾ നടി മിനു മുനീർ കൂടി മുകേഷിനെ പറയുന്നു. മുകേഷിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി മുകേഷിന്റെ പേര് വരുമ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ രഞ്ജിത്തിന്റെ പേര് വന്നപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോയെങ്കിലും അവസാനം രഞ്ജിത്ത് രാജിവെച്ചതോടുകൂടി ആ ഒരു ചെറിയ തലവേദനയിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും മുകേഷിനെതിരെ വീണ്ടും ആരോപണം വന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിനിമാ മേഖലയിൽ ഉന്നതരടക്കം ചോദിച്ച ചോദ്യം തെളിവില്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ഇതിലെവിടെ മൊഴി, എവിടെ ആരെങ്കിലും പരാതി ഉന്നയിച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പരാതി നൽകുമെന്ന് പറയുകയാണ് നടി മിനു മുനീർ. പോലീസിനെ കാണും, പോലീസിന് പരാതി നൽകുമെന്ന് പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘം നാളെ യോഗം ചേരാനുള്ള അതേ സാഹചര്യത്തിൽ ഇപ്പോൾ നടി മിനു മുനീർ വന്നിരിക്കുന്നു. ഒരു മിനു മുനീറിൽ അവസാനിക്കുന്നില്ല, ഒരു ശ്രീലേഖ മിത്രയിൽ അവസാനിക്കില്ല, ഒരു ഈ പരാതി ഇനി മുന്നോട്ട് നീളുകയുള്ളൂ. ഒരുപാട് പേരുകൾ പുറത്തു വരും. സിനിമാ മേഖലയിലെ ഉന്നതരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മുകേഷിൽ നിന്ന്, ജയസൂര്യയിൽ നിന്ന്, മണിയൻ പിള്ള രാജുവിൽ നിന്ന്, ഇടവേള ബാബുവിൽ നിന്ന് അവസാനിക്കില്ല പേരുകൾ, സിദ്ദിഖിൽ നിന്ന് അവസാനിക്കില്ല. അത്രമാത്രം ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ നടന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ സംവിധായകർ മാത്രമല്ല, പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാത്രമല്ല, അങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പലരും അല്ലെങ്കിൽ ഒരു നടന്മാരിൽ അവസാനിക്കില്ല എന്ന് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ നടന്മാർക്കപ്പുറം 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ തന്നെ മോശമായി തന്നോട് അപ്രോച്ച് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ അടിമുടി ഒരു മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പൂർണ്ണമായും പല വെളിപ്പെടുത്തലുകളും ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബലത്തിൽ പുറത്തു വരുമെന്ന് മനസ്സിലാക്കുന്നു. തുടരുന്നുണ്ട് ഹരികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഹരി, ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും ഇത് അവസാനിക്കില്ല, ഈ മിനി മുന്നിൽ നിന്ന് അവസാനിക്കില്ല. ഇനിയും വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറിൽ വന്നുകൊണ്ടേയിരിക്കുമല്ലേ? ഭവ്യ, കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ജയസൂര്യ ആയിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, ഇവർ 2 പേരും എങ്ങനെയാണ്, ഏത് സെറ്റിൽ വെച്ചാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമ, ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയതെന്ന് മിനു മുനീർ പറയുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയതെന്ന് മിനു മുനീർ പറയുന്നു. അതോടൊപ്പം തന്നെ കലണ്ടർ എന്ന സിനിമ പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയാണ്. സജി നന്ദിയായിട്ടാണ് നിർമ്മാതാവ്. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മുകേഷ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതെന്നും മിനു മുനീർ പറയുന്നു. ഇതേ ഇങ്ങോട്ട് നോക്കിയ സെറ്റിൽ വെച്ചും ജയസൂര്യയും ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു എന്ന് മിനു മുനീർ പറയുന്നു. അതോടൊപ്പം തന്നെ എതിർത്ത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അംഗത്വം സഹായിച്ചാൽ ഗുണമുണ്ടാകുമെന്നാണ് ജയസൂര്യ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതായത് തന്നോടൊപ്പം സഹകരിച്ചാൽ, പ്രത്യേകിച്ച് സഹകരിച്ചിരുന്നാൽ അമ്മയുടെ അംഗത്വത്തിന് സഹായിച്ചാൽ അത് ഗുണകരമാകുമെന്ന് പറയേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥ
പ്രത്യേകിച്ച് ജയസൂര്യ പോലൊരു നമ്മൾ കൈയടിച്ച് നമ്മൾ ഓരോ സിനിമകളിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് സിനിമ അഗ്രപാളിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ച ജയസൂര്യ സിനിമാ സെറ്റുകളിൽ പ്രത്യേകിച്ച് ഒരു താരത്തിനെതിരെ പറഞ്ഞ വാക്കുകളാണിത്. തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് മിനു മുനീർ വീണ്ടും വീണ്ടും എടുത്തു സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മുകേഷ് കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നു. എതിർത്തതോടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. പല താരങ്ങളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നൊരു കാര്യം മിനു മുനീറും പറയുന്നു. ഈ സംഭവം എതിർത്തതോടെ തന്റെ അവസരങ്ങളൊക്കെ തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലും മിനു മുനീർ സൂചിപ്പിക്കുന്നത്. ഇത് കാരണം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി ചെന്നൈയിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ തന്നെ തനിക്ക് വന്നിരുന്നു എന്ന് മിനു മുനീർ പറയുകയാണ്. അതിനാക്കം കൂട്ടുന്ന രീതിയിൽ താരങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ, താരങ്ങൾ എന്ന് പോലും ഞാൻ വിളിക്കുന്നില്ല, ഈ സിനിമാ പ്രവർത്തകരുടെയൊക്കെ പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അത് ഏതൊക്കെ സെറ്റിൽ വെച്ചാണ് സംഭവിച്ചതെന്നും പറയുന്നു. ഇവർ ഏതൊക്കെ രീതിയിലാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും പറയുകയാണ്. അതോടൊപ്പം അമ്മയുടെ അംഗത്വം അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിച്ചു എന്നും കൂടി മിനു മുനീർ സൂചിപ്പിക്കുകയാണ്. ഈ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ മിനു മുനീർ എതിർത്തത് കൊണ്ട് അമ്മയുടെ അംഗത്വം തന്നെ മുകേഷ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി വരികയാണ്. ഇതെല്ലാം തന്നെ മിനു മുനീർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ഭവ്യ സൂചിപ്പിച്ചതുപോലെ മുകേഷിനെതിരെ നേരത്തെയും ഒരു ആരോപണം ഉണ്ടായിരുന്നതാണ്. രാഷ്ട്രീയപരമായും തന്നെ ഇത് സംസാരിക്കപ്പെടും. മാത്രമല്ല സിനിമാ സെറ്റുകളിൽ നടക്കുന്നത് ഇതൊക്കെ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നതും കൂടി എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഈ സംഭവങ്ങളൊന്നും തന്നെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇവരുടെ സിനിമകൾ വന്നു, വീണ്ടും കൈയടിച്ചുകൊണ്ടേയിരുന്നു. ഇവർ ഈ പ്രവർത്തികൾ വീണ്ടും സിനിമാ സെറ്റുകളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ മിനു മുനീറിന്റെയും കൂടി വെളിപ്പെടുത്തൽ വന്നതോടെ നേരത്തെ ഈ താരങ്ങളിൽ ചില താരങ്ങൾ ഉൾപ്പെടെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നിരുന്നതാണ്. അത് വീണ്ടും ആരോപണങ്ങൾ ശക്തമാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. ഓരോ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്തത് കൊണ്ട് അമ്മയിൽ അംഗത്വം തന്നെ നിഷേധിക്കപ്പെട്ടു. മുകേഷ് ഇടപെട്ട് നിഷേധിച്ചു എന്നും മിനു മുനീർ പറയുന്നു. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നതാണെന്നും കൂടെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സിനിമാ സെറ്റുകളിൽ പ്രത്യേകിച്ച് താരങ്ങളുടെ സിനിമാ പ്രവർത്തകർ, താരങ്ങളല്ല സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ ഇവർ കാണിക്കുന്ന ഈ നെറികേടുകളൊക്കെ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് തന്നെ ഇതൊക്കെ അനുഭവിച്ചവർ പുറത്തു കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം ശക്തമായ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് മിനു മുനീറും ആവശ്യപ്പെടുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജയസൂര്യ ശാരീരികമായി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന ബാലചന്ദ്രമേനോന്റെ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ മുകേഷ് കടന്നു പിടിക്കാൻ ശ്രമിച്ചതും കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച്. സജി നന്ദ്യാട്ടാണ് നിർമ്മാതാവ്, പൃഥ്വിരാജാണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, ഇവർക്കെതിരെയും മിനു മുനീർ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ശക്തമായ ആരോപണം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ പേരുകൾ പുറത്തു വരുമ്പോഴേക്കും ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയ മൽഹാർ, ഒരു യുവനടൻ തന്നെ 2014-13 കാലഘട്ടത്തിൽ തന്നെ ശാരീരികമായി കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. ആ യുവനടൻ ജയസൂര്യയാണോ എന്നുള്ള സംശയങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇത്തവണ മിനു മുനീർ ജയസൂര്യ എന്ന പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വരുന്ന പേരുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. സിനിമകളിൽ നമ്മൾ ഓരോ താരങ്ങളും, ഈ പേരുകൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ഒരു വലിയ 70mm സ്ക്രീനിൽ കാണിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ടിക്കറ്റ് കയറി കൈയടിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം തനിക്കോണം കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതാണ്. മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ പല താരങ്ങളും ഉൾപ്പെടെയുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സമയത്ത് ഈ താരങ്ങളൊക്കെ നമ്മൾ ഈ എടുത്ത് സൂചിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട പേരുകളൊക്കെ തന്നെ സിനിമയിൽ എന്തും ചെയ്യും. ഈ പ്രത്യേകിച്ച് ഈ അമ്മയുടെ അംഗത്വം തന്നെ തള്ളിക്കളയാൻ മുകേഷ് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ തനിക്ക് സിനിമകളിൽ നിന്ന് അവസരങ്ങൾ നിഷേധിച്ചു. ഇതെല്ലാം എതിർത്തത് എന്നതിന്റെ പേരിൽ ഒരു വനിതാ താരത്തിന് സംഭവിച്ച കാര്യങ്ങൾ, മിനു മുനീറിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും പേരുകൾ കൂടുതലായി വന്നാൽ അതിൽ ഞെട്ടാനില്ല ഭവ്യ. ഇത് വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഓരോ ആരോപണങ്ങൾ ശക്തിപരമായി തന്നെ വരുന്നുമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത അറിയേണ്ടതുണ്ട്. പക്ഷേ അവർ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായ പേരുകൾ പറഞ്ഞുകൊണ്ട് കൃത്യമായി ഏതൊക്കെ സ്ഥലത്ത് വെച്ച് സംഭവിച്ചു എന്നുള്ളതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടതാണ്, എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഈ താരങ്ങളുടെയൊക്കെ
തനി നിറം മനസ്സിലാക്കേണ്ടതാണ്. ഇവരെയൊക്കെ തന്നെ ഇനി വീണ്ടും താരങ്ങളെന്ന് വിളിക്കണമോ എന്ന് മലയാളി പ്രേക്ഷകർ വീണ്ടും ആലോചിക്കേണ്ടതാണ്. ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ഈ സെറ്റുകളിലൊക്കെ ഈ 2013 കാലഘട്ടത്തിലാണ് തനിക്കിത് സംഭവിച്ചതെന്ന് മിനു മുനീർ പറയുമ്പോൾ പോലും ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സെറ്റിലും കലണ്ടർ എന്ന സിനിമയും ഒക്കെ അതിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സിനിമകളാണ്. 2008-2009 കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത സിനിമകളാണ്. ആ സമയം തൊട്ടുള്ള ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 15 വർഷത്തോളമായി ഭവ്യ ഇതൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ അറിയുന്നു, ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ മലയാളി പ്രേക്ഷകർ ഇതൊന്നും അറിയാതെ വീണ്ടും ഇതേ താരങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനും ഇതേ താരങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഇവർക്ക് വേണ്ടി ഫാൻ ഫൈറ്റ് നടത്താനും ഒക്കെ മുന്നിട്ട് നിന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരുടെയൊക്കെ തനി നിറം മനസ്സിലാക്കിക്കൊണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലുള്ളതെന്നും ഇതൊക്കെ ഓരോ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും നടക്കുന്ന വെളിപ്പെടുത്തലുകൾ, നടന്ന രാജികൾ, സിദ്ദിഖിന്റെ രാജി ആയിക്കോട്ടെ, രഞ്ജിത്തിന്റെ രാജി ആയിക്കോട്ടെ, അതിനുശേഷം നടക്കുന്ന ഓരോ പേരുകളും, ഓരോ ആരോപണങ്ങളും, ഓരോ താരങ്ങളുടെയും പേരുകളും ഒക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർക്കൊക്കെ വലിയ ഫാൻസ് ഉണ്ട്, ഇവർക്കൊക്കെ ആരാധകരുണ്ട്, കുടുംബ പ്രേക്ഷകരുണ്ട് എന്നുള്ളൊരു ധാരണയിലും അഹങ്കാരത്തിലുമോ ആയിരിക്കാം ഇവരുടെ ഒക്കെ പേരിൽ ചിലപ്പോൾ അമ്മയുടെ അംഗത്വം തന്നെ നിഷേധിക്കപ്പെടാൻ ഒരു സാധ്യത. പല സിനിമകളിലും നിഷേധങ്ങൾ വരുന്നു, പല സിനിമകളിലും ഇവർ ജോലി ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലത്തെ ഒരു പവർ കമ്മിറ്റി അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇവരുടെയൊക്കെ ജോലി നിഷേധിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഇവർ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിനു മുനീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കൃത്യമായി അതിൽ നമ്പർ ഇട്ട് പറയുന്നുണ്ട്. മുകേഷ്, മാണിനിപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയ പേരുകൾ കൃത്യമായി നമ്പർ ഇട്ടതിൽ പറയുന്നുണ്ട്. ഇത്തരം ആളുകളാണ് തന്നോട് മോശമായി പെരുമാറിയത് എന്നുള്ള കാര്യങ്ങൾ മിനു മുനീർ പറയുന്നു. ഇതാ നോക്കൂ, കൂടുതൽ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയിരുന്ന സിനിമ മാസ് ഡയലോഗുകൾ കൈയടിക്കുന്ന താരങ്ങളുടെ തനി സ്വഭാവം, തനി രൂപം, മുഖംമൂടിയായിരുന്നു ഇത്രയും കാലം നമ്മൾ കണ്ടത് എന്നത് ആ മുഖംമൂടി വലിച്ചു കീറപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു സിനിമയിൽ ഒരു പീഡനത്തിന്റെ രംഗം വരുമ്പോൾ ആ ഇരയെ ചേർത്ത് പിടിച്ച് അവൾക്ക് വേണ്ടി മാസ് ഡയലോഗുകൾ അടിക്കുന്ന നടന്മാർ യഥാർത്ഥത്തിലും അഭിനയിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ നോക്കൂ, അമ്മ അംഗത്വത്തിന് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു മിനു മുനീറിനോട്. അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അംഗത്വം നൽകാമെന്ന് മുകേഷ് പറഞ്ഞു എന്ന് പറയുന്നു. മുകേഷ് അറിയാതെ ഒന്നും നടക്കില്ല എന്നാണ് മിനു മുനീർ പറയുന്നത്. അതുമാത്രമല്ല, താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ട് സംഘടനാ അംഗത്വത്തിന് മുകേഷ് വിലങ്ങ് തടിയായി എന്നും പറയുന്നു. കൂടുതൽ ആരോപണങ്ങൾ വരുന്നു നടന്മാർക്കെതിരെ. കഴിഞ്ഞ ദിവസം അടക്കം മുകേഷിനെതിരെ ആരോപണം വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആരോപണത്തിൽ മുകേഷ് എന്ന പേര് വരുന്നു. ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയെന്നും മിനു മുനീർ പറയുന്നു. തന്റെ അവസരങ്ങൾ ജയസൂര്യ നഷ്ടപ്പെടുത്തി എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. ഇടവേള ബാബുവിനെതിരെയും ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. അത്രമാത്രം സിനിമാ രംഗത്ത് നിന്ന് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. ആരോപണങ്ങളില്ല, ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ് എന്നു പറഞ്ഞവർക്കെതിരെയുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഓരോ റിപ്പോർട്ടും. ഓരോ നടിമാരും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ ശക്തമാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ വരികളും. അത് അന്വർത്ഥമാവുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമാ മേഖലയിൽ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഉത്തരമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നടി രേവതി സമ്പത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അനുഭവങ്ങൾ ഓരോ മലയാളിയെയും വേദനിപ്പിച്ചതാണ്. ഇപ്പോൾ ഇത് തൊട്ടു പിന്നാലെ വരുന്നു അടുത്ത ആരോപണം. രഞ്ജിത്തിന്റെ രാജിയിലേക്ക് ബംഗാളി നടിയുടെ ആരോപണം എത്തി. രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. ഇനി അമ്മ സംഘടനയിൽ നിന്ന് ആരൊക്കെ ഒരു പക്ഷേ പുറത്തു പോകും, ആർക്കൊക്കെ പദവി നഷ്ടമാകുമെന്ന് നമ്മൾ കാത്തിരുന്നു കാണണം. അത്രമാത്രമുണ്ട്. ആരുടെയൊക്കെ പേരുകൾ നമ്മൾ ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരും. നമ്മുടെ എല്ലാം അത്രമാത്രം നമ്മൾ ആരാധിച്ചിരുന്ന ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. പേരുകൾ ഓരോ നിമിഷവും ഓരോ പുതിയ പേരുകൾ വെളിപ്പെടുന്നു. ഓരോ സ്ത്രീയോടും മോശമായി പെരുമാറിയ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരും. പ്രിയപ്പെട്ട WCC അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. അത്രമാത്രം നിങ്ങളുടെ ആ ഒരു ശ്രമം, ഒരു നേരത്തെ ഗീതു മോഹൻദാസ് പറഞ്ഞതുപോലെ, ഫേസ്ബുക്കിൽ പങ്കുവെച്ചതുപോലെ, ഒരു സ്ത്രീയുടെ പോരാട്ടത്തിൽ നിന്നാണ്
എത്രമാത്രം പൊഴിമുഖങ്ങൾ അഴിഞ്ഞു വീണതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അതിജീവിതയോട് 1000 നന്ദികൾ കൂടി പറയുകയാണ്. അത്രമാത്രമുണ്ട് മലയാള സിനിമാ മേഖലയിലെ കളങ്കം. ആ കളങ്കങ്ങളൊക്കെ അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആരോപണം വന്നിരിക്കുന്നത് നടി മിനു മുനീറാണ്. കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സാഹചര്യം. മുകേഷ്, ജയസൂര്യ, കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ ആരോപണം വന്നിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താൻ പോലീസിനെ സമീപിക്കുമെന്നും മിനു മുനീർ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അമ്മ സംഘടനയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞു മുകേഷ് എന്ന് പറയുന്നു. ആ അഡ്ജസ്റ്റ്മെന്റിന് താൻ തയ്യാറാകാത്തത് കൊണ്ട് തനിക്ക് അമ്മ സംഘടനയിൽ അമ്മ എന്ന് വിളിക്കുന്നതിന്റെ ഔചിത്യം എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ചു പോവുകയാണ്. കാരണം അമ്മയാണെങ്കിൽ മക്കളെ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിക്കണം. പക്ഷെ ഇവിടെ അത് സാധിക്കുന്നില്ല. പക്ഷെ ആ സംഘടനയുള്ളവർ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം അമ്മ എന്ന് വിളിക്കുകയാണ് താര സംഘടനയെ. എന്തായാലും അത്രമാത്രം വിമർശനങ്ങളാണ്, ഇപ്പോൾ ആരോപണങ്ങളാണ് നടന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഇവരുടെയൊക്കെ മുഖങ്ങൾ പൊഴിമുഖങ്ങളാണ്, വികൃത മുഖങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് മുകേഷിന്റെ കാര്യത്തിൽ സർക്കാരും കടക്കുമെന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇന്നലെ അടക്കം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് വീണ്ടും മുകേഷിനെതിരെ ആരോപണം വരുമ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാവുകയാണ്. എന്ത് നടപടി സ്വീകരിക്കും സർക്കാർ എന്ന് നോക്കിക്കാണണം. കാരണം അത്രമാത്രം സ്ത്രീകൾക്കൊപ്പമാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ ഇന്നലെ വലിയൊരു മൗനത്തിന് ശേഷം അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച നടപടി സർക്കാരിൻ്റെത് സ്വാഗതാർഹമാണ്. അത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ സർക്കാരിന്റെ തന്നെ പ്രതിനിധിയായ നടൻ മുകേഷ് നേരിടുമ്പോൾ എന്ത് നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും, മുഖ്യമന്ത്രി കടക്കുമെന്ന് നമ്മൾ നോക്കിക്കാണണം. ഏറ്റവും പ്രധാനമായി പുതിയ ഓരോ മണിക്കൂറിലും പ്രേക്ഷകരെ നോക്കൂ, ഓരോ മണിക്കൂറിലും ആരോപണങ്ങൾ വരികയാണ് ഓരോ നടന്മാർക്കെതിരെ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് രേവതി സംഭത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ശ്രീവിദ്യ ബിത്രയിൽ നിന്നോ ഒരു മിനു മുനീറിലോ അവസാനിക്കില്ല. അത്രമാത്രം ആരോപണങ്ങൾ ഓരോ നിമിഷവും വരുന്നു. അമ്മ സംഘടനയിൽ തന്നെ ഭിന്നത ഉണ്ടാകുന്നു. വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടട്ടെ എന്ന്, അല്ലെങ്കിൽ അവർ നിയമത്തിന് മുൻപിൽ വരട്ടെ എന്ന് ആദ്യം പറഞ്ഞ സിദ്ദിഖിന്റെ സ്ഥാനമാണ് ആദ്യം തെറിച്ചത് എന്നത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ മേഖലയിലെ ക്രിമിനലുകൾ അതാരൊക്കെയുണ്ടോ അവരെ എത്ര വലിയ ഉന്നതരായാലും പിടിക്കപ്പെടും, അവർക്കെതിരെ ശബ്ദമുയരുമെന്ന് തന്നെയാണ് ഓരോ നിമിഷവും മനസ്സിലാക്കുന്നത്. മിനു മുനീറിനെ പോലെയുള്ള സ്ത്രീകൾ, നടിമാർ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അവർ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ മലയാള സിനിമയിലെ പല മുഖങ്ങൾക്കും വികൃതമുഖമുണ്ടായിരുന്നു. നമ്മൾ കൈയടിച്ച, നമ്മളെ ത്രസിപ്പിച്ച, നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ ആസ്വദിപ്പിച്ച പല മുഖങ്ങൾക്കും അതിന് പിന്നിൽ യഥാർത്ഥ മുഖം മറ്റൊന്നായിരുന്നു എന്ന് വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് പുറത്തു വരുന്നത്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹരി, ഈ മിനു മുനീറിൽ നിന്ന് അവസാനിക്കുകയില്ല നടന്മാരുടെ പേരുകൾ. ഇനിയും വരും മണിക്കൂറിലും പുതിയ പേരുകൾ പുറത്തു വരും. അത്രമാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് മലയാള സിനിമ നേരിടുന്ന പ്രശ്നങ്ങളെന്ന്. അപ്പോഴും പുറത്ത് നമ്മൾ അറിയാത്ത പേജുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ആ പേജുകളിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വായിച്ച പേരുകളും ഉണ്ടാകാം, അതിനപ്പുറം വലിയ കൊമ്പന്മാരുടെ പേരുകളും ഉണ്ടാകാം എന്ന് തന്നെയാണ് ഈ ഓരോ വെളിപ്പെടുത്തലും മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, വലിയ കൊമ്പന്മാർ തന്നെ ഇനിയും പേരുകൾ വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ഓരോ സ്ത്രീകൾ അവർക്ക് അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വന്ന് പറയണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അവർ എല്ലാവരും മുന്നോട്ട് വന്ന് പറയണം. ഇതുപോലെ അക്കമിട്ട് പേരുകൾ നിരത്തിക്കൊണ്ട് തന്നെ അവരുടെ മുഖംമൂടികൾ വലിച്ചു കീറണം എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം പ്രേക്ഷകർക്കും ഒരു തിരിച്ചറിവാണ്, ഇതെല്ലാമാണ് സിനിമാ മേഖലകളിൽ സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവും കൂടിയാണ്. വരും മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ മണിക്കൂറുകളിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ മിനു മുനീർ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലും അത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും എടുത്ത് പറയേണ്ടത്, അമ്മ എന്ന സംഘടനയിൽ തനിക്ക് അംഗത്വം നൽകാമെന്ന് പേരിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഇടവേള ബാബു തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുകൂടി എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിയൻ പിള്ള രാജു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ളതും കൂടി മിനു
മുനീർ സംസാരിക്കുന്നുണ്ട്. ലൈംഗിക ചുവയോടെ സംസാരിച്ചു. അതായത് മണിയമ്പിള്ള രാജു നിർമ്മാതാവ് കൂടിയാണ്. ഇടവേള ബാബു നമുക്കറിയാം ഇതിനു മുന്നേ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അതും 18 വർഷക്കാലം 25 വർഷക്കാലം എന്തോ AMMയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇടവേള ബാബു. ഇടവേള ബാബുവിന്റെ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും സൂചിപ്പിക്കേണ്ടതാണ്. ഇതുപോലെ അംഗത്വം നൽകാമെന്ന പേരിൽ തന്നെ ഇതിന് മുന്നേയും ഒരു ആരോപണം ഇടവേള ബാബുവിന്റെ നേരെ വന്നിരുന്നതാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇവരൊക്കെ തന്നെ AMMയുടെ അസോസിയേഷനിൽ ഏറ്റവും പ്രധാന താരങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ പ്രധാന പങ്കുകൾ വഹിച്ചിരുന്നവരാണ്. ഇവർക്കൊക്കെ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ കണ്ടതുപോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ എന്ത് പവർ ഗ്രൂപ്പ്, ഏത് പവർ ഗ്രൂപ്പ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നടൻ മുകേഷ് പറഞ്ഞിരുന്നത് പ്രേമലു എന്ന സിനിമയിൽ ഒരു പയ്യൻ വന്നിരുന്നില്ലേ, ആ സിനിമകളൊക്കെ വിജയിച്ചില്ലേ, അവിടെ എങ്ങനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുകയാണ്. പക്ഷേ ഇതൊക്കെ തീരുമാനിക്കുന്നത് അമ്മയിൽ അംഗത്വം കിട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾക്കുൾപ്പെടെയുള്ള ഈ താരങ്ങൾ നടത്തുന്ന വെളിപ്പെടുത്തൽ അവർക്ക് ഒരു അംഗത്വം ലഭിക്കാൻ AMMA എന്ന സംഘടനയിൽ നിന്ന് ഒരു അംഗത്വം ലഭിക്കണമെങ്കിൽ നേരിടേണ്ടി വരുന്ന മാനസികമായും ലൈംഗികപരമായുമുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മിനു മുനീർ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഓരോ മണിക്കൂറിലും ഇപ്പോൾ ഇതാ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. വരും മണിക്കൂറിലും ഇനിയും മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിശദമായ വാർത്ത ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത് രാമേന്ദ്രൻ നൽകും. നമസ്കാരം.